നോക്കിക്കഴിഞ്ഞാൽ ഈ മാസത്തെ ബഡ്ജറ്റ് ഈ സ്കൂളിലെ ഗുരുക്കന്മാരായിരുന്ന അധ്യാപകർ, നിങ്ങൾ രണ്ട് തരത്തിലായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഗുരുക്കന്മാരായിരുന്നു. ഒന്ന്, പഠിക്കുന്ന കാലത്ത് നിങ്ങളെനിക്ക് വിദ്യ പകർന്നു തന്നു. രണ്ടാമത്, ഇപ്പോഴും ഇവിടുത്തെ അധ്യാപകർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയും, അന്ന് ഓരോ അധ്യാപകരും ചെയ്തിരുന്ന രീതി അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ നിങ്ങളായിരുന്നു. ഞാൻ ഇവിടുത്തെ 81 ബാച്ചിലെ അംഗമാണ്. ബാച്ചൊന്നുമില്ല, ഇതുപോലെ 81 വർഷത്തിൽ ഞാൻ പാസ്സായിരുന്നു. പക്ഷെ അന്ന് നിങ്ങളെപ്പോലെ അല്ലായിരുന്നു. നിങ്ങളിവിടെ വന്ന് കാളിയത്ത് ജോർജ് മാഷ് വന്നു, ആൻറ്റി മാഷ് വന്നു എന്നൊക്കെ നോക്കുമ്പോൾ ഞങ്ങളന്ന് നോക്കിയിരുന്നത് വടക്കുപാറിൻ്റെ ജോലി വന്നു, അതുപോലെ സമര നേതാക്കൾ കുറച്ച് പേരുണ്ട്. അവരൊന്നും അറിയാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അല്ലാണ്ട് മാഷുമാർ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും കുഴപ്പമില്ല. അന്ന് വന്നാൽ അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ മാഷുമാർ പേടിയുണ്ട്, വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഞങ്ങൾക്ക് പേടിയായി. ഞാൻ നിങ്ങളൊക്കെ വായിച്ചിട്ട് പലയിടത്തും വായിച്ചിട്ടാണ് ഞാനൊരു സംഭവം അല്ലെങ്കിൽ ഒരു കൊച്ചു കഥ പോലെ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരു പഴയ കാലത്ത് ഒരു അന്ധനായിട്ടുള്ള മനുഷ്യൻ, ഇതുപോലെ വഴി വിളക്കുകളോ അല്ലെങ്കിൽ ഫോണോ ഗൂഗിൾ മാപ്പോ ഒന്നുമില്ലാത്ത കാലം, അന്ധനായിട്ടുള്ള മനുഷ്യൻ തൻ്റെ സുഹൃത്തിനെ കാണാൻ വളരെ ദൂര സ്ഥലത്തേക്ക് യാത്രപ്പെട്ടു. അവിടെ ചെന്ന് തൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ച് നേരെ കൊണ്ടുവന്നു. ഇരുത്തി അന്തൻ തിരിച്ചു വരാൻ നേരത്തെ സുഹൃത്ത് പറഞ്ഞു, ഒരു വിളക്ക് കയ്യിൽ വെച്ചു. അന്തൻ പറഞ്ഞു, എനിക്കിങ്ങനെ വിളക്ക്, എനിക്ക് കണ്ണിനൂടാത്തത്. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞിരുന്നു, എനിക്ക് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വേറെ എതിരെ നിന്ന് വരുന്ന ആളുകൾക്ക് കാണാമല്ലോ, നിന്നെ കാണാം. അപ്പൊ അത് നിങ്ങളൊന്നും കൂട്ടിയിടിക്കുകയോ വീഴുകയോ ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങനെ തോന്നിയാൽ അങ്ങനെ യാത്ര തുടർന്നു. കുറെ കഴിഞ്ഞപ്പോ ഒരാള് അദ്ദേഹത്തിന്റെ മേൽക്കൊണ്ട് ഇടിച്ച് വീഴുകയും ചെയ്യും. അന്നൻ വേഗം വിളക്കൊക്കെ എടുക്കാൻ നോക്കി, മറ്റേ വിളക്കൊക്കെ എടുത്ത് കയ്യിലോട്ട് എടുത്ത വഴി അന്നൻ ചോദിച്ചു, എന്ത് കണ്ടു? എന്റെ വിളക്ക് കണ്ടുകൂടായിരുന്നു. മറ്റേ വിളക്കുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കത്തുന്നില്ലായിരുന്നു, ജ്വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അന്ന് മനസ്സിലായി, ഈ വിളക്കുകളൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എണ്ണയിട്ട് തിരിയൊക്കെ നന്നാക്കി കൊടുത്താലാണ് ഇവിടെ നമ്മൾ അറിയുപോയിരുന്നത്. അതിനാണ് ഗുരുക്കന്മാർ. റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ഡി ദേശി മാസ്റ്റർ 2 വാർഡിൽ സംസാരിക്കുന്നത്. 2020 ഈ സംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുക വിദ്യാർത്ഥി സംഗമം എന്ന് ഞാൻ അതിനാവർത്തിക്കുകയാണ്. നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകരും വിദ്യാർത്ഥികളും നിങ്ങളിപ്പോൾ ഏകദേശം 45 വയസ്സിൻ്റെ അപ്പുറം വരെ എത്തിയിട്ടുണ്ടാവും. നമ്മളിവിടെ ഇരിക്കുന്ന അധ്യാപകർ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല. ചിലരൊക്കെ എന്നെപ്പോലെ കുറച്ച് ആൾക്കാർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ സംഗമം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര
കുറേ ആൾക്കാർ പുറമേ നിന്നുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോള് ജനറലാണ് ഞങ്ങളുടെ ജേസി മാഷ ക്ലാസ്സിലൊക്കെ. അവൾ പറഞ്ഞു പിള്ളേര് എല്ലാവരും കൊണ്ട് വരണമെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഡെലിവറി അവസാനം കൊണ്ട് വരേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ കുറേ പഴയ വിദ്യാർത്ഥികൾ പുറത്തുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് പക്ഷേ ഫംഗ്ഷന് വരാനും സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടകനായി വരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രധാന ജോസ് മാഷ് ഇതിനിടയ്ക്ക് കാര്യത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് മാഷിൻ്റെ തലക്കൊരു മുറിവേറ്റിട്ട് ഇന്ന് ഇത് സ്റ്റിച്ച് എടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ പലരും പറഞ്ഞു ഞങ്ങളുടെ ജേസുമാഷ് അത് പറഞ്ഞ് ജസ്റ്റിൻ്റെ ടീച്ചറെ ഹസ്ബൻഡിൻ്റെ കാലോട് ഇങ്ങനെ ഹസ്ബൻഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ജോസ് മാഷിൻ്റെ ആരോഗ്യമല്ലേ എല്ലാം എടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ജോസ് മാഷ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല, കുറച്ച് ബ്ലഡ് മാത്രം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം നമ്മുടെ പ്രധാന അധ്യാപനം നിന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ച അതിനടുത്ത് റിപ്പോർട്ടുകളുണ്ട്. ഞങ്ങളെന്താ അധ്യാപകരായിട്ട് പറഞ്ഞ പോലെയാണ്. ഒന്നിവിടെ ജോർജ് മാഷുണ്ട്, കാലം ചെയ്ത നമ്മുടെ ആന്റി മാഷുണ്ട്, ജോസ് മോറയും. അത് റിപ്പോർട്ടുകളെന്ന് അറിയപ്പെടുന്നത് കാരണം ഒരു അടിയകാലത്ത് മോശമില്ലാത്തതുകൊണ്ടാണ്. എങ്ങനെയാണ് അതിൻ്റെ അപ്പുറത്ത് നമ്മളിൽ നിന്ന് പിരിക്കുപോയ 2 പേര് ശാന്തരായിട്ടുള്ള ആൾക്കാർ. ഒന്ന് സംസ്കൃത ബാച്ചിലെ നമ്മുടെ CS രാധാമണി ശൈശം പറഞ്ഞു, അരമണിക്കൂറോളം ഓരോ വീട്ടിലും ചെലവഴിച്ച് അവർ വീടുകൾ നേരത്തെ കൂട്ടി അറിയിച്ച് വീടുകളിൽ വന്ന് വളരെ നല്ല രീതിയിൽ സംഭാഷണത്തിൽ ചിത്രീകരിച്ച് നമ്മൾ കണ്ടു. നല്ല ഇതേവരെ ഇനി ഒരു സ്ഥലത്തേക്കും ഇത്രയൊരു സംഭാഷണം നടന്നിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വളരെ ഡോക്ടർ സൈസിന് റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷൻ പേരിൽ എല്ലാവരിലുള്ള അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് ആദരവ് നൽകുകയാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങൾക്ക് ഉയരാൻ സാധിക്കട്ടെ ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു ശരി തീർച്ചയായിട്ടും നല്ല കാര്യം, ഞാനൊക്കെ തീർച്ചയായിട്ടും വന്നേക്കാം, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ടീച്ചറിൻ്റെ ഒരു സഹായം വേണം, ഞങ്ങളുടെ കൂടെ നിന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോകണം. അതിന് ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ ഇരിക്കുകയാണ്, എപ്പോൾ വേണേലും ഞാൻ വരാം. അങ്ങനെ ഞാൻ 2 ദിവസം ഇവരുടെ കൂടെ നടന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇവർ സുഹൃത്തുക്കൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങൾ അനുസരിച്ച് ഷെയർ ചെയ്യുന്ന ഒരു കുട്ടികളാണെന്ന് മനസ്സിലായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം പലരുടെയും എല്ലാ ഹിസ്റ്ററികളും അവർക്കറിയാം. ഞങ്ങളൊന്നും പഠിച്ച കാലത്ത് അത്രയില്ല. എനിക്കത് വളരെ സന്തോഷമായി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ അവിടെ ഓടിച്ചെല്ലും. അതൊരു വലിയ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. ഇനിയും ഞാൻ ഒന്നും പറയാനില്ല. തെക്കൂന്ന് വന്ന ഒരു ടീച്ചറെ നമ്മുടെ പ്രിയോച്ചൻ പറഞ്ഞു ഭാഷ കൊണ്ട് ഞാൻ ചീത്ത വിളിക്കുന്നു എന്നൊക്കെയുള്ള ഇതിലൊക്കെ വന്നായിരുന്നു ഇവിടെ. പക്ഷേ ചീത്തയൊന്നുമല്ല, എൻ്റെ നാട്ടിലെ ഭാഷയാണ്. അതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും, എല്ലാവരും പറയും, ഞാനും ചിരിക്കും. കാരണം എൻ്റെ സ്ഥലപ്പേര് പോലും അങ്ങനെയുള്ളതാണ്. എല്ലാവർക്കും പ്രത്യേകിച്ച് ടീച്ചറിൻ്റെ ഈ പരിപാടി വളരെ ഗംഭീരമായി എൻ്റെ മക്കളൊക്കെ കാണിച്ചു. വളരെ ഗംഭീരമായി. എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിക്കുന്നു. നന്ദി. സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം ഞങ്ങൾ ഒരു ദിവസം കൂടെ ആയിരിക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാനിവിടെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സംഗമത്തിന് എൻ്റെ മനസ്സിൽ വേറൊരു ഡയമെൻഷൻ കൂടെയുണ്ട്. തീർച്ചയായിട്ടും 90 ബാച്ചിൻ്റെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ വിദ്യാലയത്തിലെ ഏറ്റവും നല്ല പരിസ്ഥിതി പ്രവർത്തകർക്ക് നൽകാനായിട്ടാണ് 2 എൻഡോവ്മെൻറ്റുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടീച്ചർമാരെ നമ്മുടെ വിദ്യാലയത്തിൽ ഇല്ലാത്തൊരു എൻഡോവ്മെൻറ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ ചിന്തിച്ചു, നമ്മുടെ പഠന പ്രവർത്തനങ്ങൾക്കും ബെസ്റ്റ് കുട്ടികൾക്കൊക്കെയുള്ള എൻഡോവ്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ. പരിസ്ഥിതി പ്രവർത്തനത്തിന് ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പരിസ്ഥിതി പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി UPയിലെ ഏറ്റവും നല്ല ഒരു പരിസ്ഥിതി പ്രവർത്തകനും ഹൈസ്കൂളിലെ ഏറ്റവും നല്ലൊരു പരിസ്ഥിതി പ്രവർത്തകനുമുള്ള 2 എൻഡോവ്മെൻറ്റുകളാണ് 90 ബാച്ച് നമ്മുടെ വിദ്യാലയത്തിനായിട്ട് സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആ തീരുമാനമെടുത്ത ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഡേവിസ് മാസ്റ്ററോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മാഷും വളരെ സന്തോഷത്തോടെ അത് ഉൾക്കൊണ്ടു. കാരണം അത് ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് മാഷും അത് മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഡേവിസ് മാസ്റ്റർ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ 90 ബാച്ചിൻ്റെ ഈ എൻഡോവ്മെൻറ്റ് സ്വീകരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു.
താങ്ക് യു. വേദിയിലെ ബഹുമാനിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുരുതുല്യരായ അധ്യാപകരെ, 2000 ബാച്ചിലെ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും നയദിനത്തിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. ഇന്ന് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞ് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കാണണം. കാരണം ഇപ്പം ഞാൻ രണ്ടാമത്തൊരു വിദ്യാർത്ഥി സംഗമത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടും ഞാൻ അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു ഒരു ദൈവാനുഭവമായിട്ട് ഞാനിന്ന് കാണുന്നു. ഈ സ്കൂളിൻ്റെയൊക്കെ PT പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. അങ്ങനെ ആ സ്ഥാനത്ത് എത്തിയ ശേഷം എനിക്ക് ഒത്തിരി അവസരങ്ങൾ ഓരോന്നിനും ലഭിക്കും. അതോടൊപ്പം ഇങ്ങനത്തെ പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. വളരെ നല്ലൊരു മനോഹരമായ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടി സംഘടിപ്പിച്ച വ്യക്തികളോട് എല്ലാവരോടും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച് 2 വാക്ക് പറയാൻ പ്രത്യേകം നന്ദി പറയാം. എനിക്കറിയാം. എല്ലാവരും വളരെയധികം നല്ല നല്ല പ്രസംഗങ്ങളും നല്ല സാഹിത്യങ്ങളുടെ പ്രസംഗങ്ങളെല്ലാം കേട്ടിരിക്കുകയാണ്. ആദ്യമായി തന്നെ ഇവിടെ നിന്നും 1990 ബാച്ച് കഴിഞ്ഞ് പറന്നുപോയ കിളികളാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. കിളികളെല്ലാവരും ഇവിടെ നിന്ന് പറന്നുപോയി കഴിഞ്ഞാൽ അവർ യാതൊരുവിധ നേതൃത്വ നിരകളുമില്ലാതെ തന്നെ ഓരോ ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി ഓടിപ്പായുന്ന സമയത്ത് ഇവരെല്ലാവരും ഓടി ഓരോ ലക്ഷ്യത്തിലെത്തി. ആ ലക്ഷ്യത്തിലെത്തിയതിൻ്റെ പ്രധാന കാരണമാണ് ഇന്ന് ഇവിടെ കാണുന്ന ഈ അധ്യാപക സംഗമം പൂർണ്ണമായും. ഏകദേശം 1980 ഞങ്ങൾ ആരംഭിച്ച യാത്ര 90 അവസാനിപ്പിച്ച് ഇവിടുന്ന് പടിയിറങ്ങി വീണ്ടും 2020 ഇതാ ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുക. ഞങ്ങൾ പഠിപ്പിച്ച ഈ അധ്യാപകരോടൊപ്പം ഓരോ ക്ലാസ് മുറികളും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ പഠിച്ചു പോയ പുസ്തകങ്ങളും ഞങ്ങൾ ശ്വസിച്ചതും ഞങ്ങൾ കണ്ട കാഴ്ചകളും ഞങ്ങൾ ഓടി നടന്നതൊക്കെ ഈ വിദ്യാലയത്തിൻ്റെ തിരുമുമ്പിലാണ്. ഇത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. എങ്കിലും ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്ന ഒരുപാട് ഓർമ്മകളുമായിട്ട്. ഓർമ്മകൾ കൂടി ഇല്ലെങ്കിൽ ജീവിതം ദരിദ്രമായി പോയാലെന്നാണ് ഭാരത സങ്കല്പം. വീണ്ടും ഞങ്ങളുടെ ഓർമ്മകളാകുന്ന കനലുകളിലെ ചാരമൊക്കെ ഒരു ചെറുകാറ്റ് കൊണ്ട് മാറ്റി ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങൾ ഒരുപാട് നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങളെ ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നു. എനിക്കറിയില്ല നിങ്ങൾ എന്നെ എത്ര പേരൊക്കെ ഓർക്കുന്നുണ്ടാവുന്നു. എന്നാലും ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. അന്ന് 10ാം ക്ലാസ്സിലെ ലില്യ ടീച്ചർ വന്ന് ചോദ്യം ചോദിച്ചു. എന്തൊക്കെയോ തട്ടിമുട്ടി ഉത്തരമൊക്കെ പറഞ്ഞു. അന്ന് ലില്യ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, ബെന്നി പഠിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അത് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാ ടീച്ചേഴ്സിൻ്റെ ഒരു പോളിസിയായിരുന്നു. എല്ലാവരും നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് അതിനേക്കാളും കൂടുതൽ എഫേർട്ട് എടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നതിൽ അവർ വളരെ വളരെ കഠിന പ്രയത്നം തന്നെ ചെയ്തു. നമസ്കാരം. ബഹുമാനപ്പെട്ട 1990 ബാച്ച് പൊതുയോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജെയിംസ് മാസ്റ്റർ, നമ്മളുടെ പൊതുയോഗത്തിൻ്റെ ഉദ്ഘാടകൻ റവറൻ ഫാദർ വിൻസെൻ്റ് ഈരത്തറച്ചൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ, ഏകദേശം 9-10 മാസങ്ങളിലധികമായി 1990 എന്ന ഈ പാസഞ്ചറിൻ്റെ ഒരു അഡ്മിഷൻ ടിക്കറ്റ് എടുത്ത് ഞാൻ യാത്ര തുടങ്ങിയിട്ട്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ജനുവരിയിൽ കുറ്റിക്കാട് വെച്ച് ഫാദർ ജോർജ് മാളിയേക്കലച്ചൻ യാദൃശ്ചികമായി എന്നെ കാണുകയും എന്നോടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പം എനിക്ക് നിൻ്റെ നമ്പറിന്ന് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല, നമ്പറേ തരാം, പക്ഷേ ഇത്തരം കാര്യങ്ങൾ വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിനക്ക് താല്പര്യമൊക്കെ തന്നെ വരും, ഈ നമ്പർ താ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വാട്സപ്പ് കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. പൊതുവെ പറയുകയാണെങ്കിൽ എനിക്ക് മുൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അത്ര താല്പര്യത്തോടെ തന്നെയല്ല ഞാനിതിനെ നോക്കി കണ്ടിരുന്നത്. പക്ഷേ അധികം വൈകാതെ ഈ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ യാത്രയുടെ സുഖം മനസ്സിലായി തുടങ്ങിയപ്പോൾ, മറ്റൊന്നുമല്ല 10-30 വർഷത്തിലധികമായിട്ട് നേരിട്ട് കാണുകയോ കേൾക്കുകയോ പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ അതിന് സാധിക്കാതെ നടന്നിരുന്ന നമ്മുടെ കൂട്ടുകാർ പലരും വിദേശത്താണ്, പലരും നാട്ടിലുണ്ട്. എങ്കിലും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കതിൻ്റെ ഒരു ത്രില്ല്, അത് പുതിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി.
ഈ വാട്സപ്പ് കൂട്ടുകെട്ട് മറ്റൊരു നല്ലൊരു കൂട്ടായ്മ, അതല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ എന്നൊരു ഓമന പേരിൽ ഒരു ആഘോഷം എന്നൊരു ആശയം ഈ ഗ്രൂപ്പിൽ ചർച്ചകൾക്ക് വരികയും അതിനുശേഷം ഒരു കഴിഞ്ഞ ജൂലൈ മാസത്തിലാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നമ്മളൊരു മറവിൽ കൂട് എന്നൊരു പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അന്നേരം 50-40 പേര് കക്ഷി ഉണ്ടായിരുന്നുള്ളൂ ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഗെറ്റ് ടുഗദറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ കേമമായിട്ട് തന്നെ മുന്നോട്ട് നടന്നിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഈ കൂട്ടായ്മ, അതല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന ഈ ആഘോഷം. ഇതിൽ വിദേശത്തുള്ള ഒരുപാട് പേര് വരാൻ ആഗ്രഹിച്ചിരുന്നു, അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അവരുടെ വീഡിയോസ് നമ്മൾ കണ്ടു. ഇപ്പം നിലവിൽ ഈ സീറ്റുകളിലൊക്കെ അവരും ഇരിക്കുന്നതായിട്ട് എനിക്കും തോന്നുന്നുണ്ട്, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആദ്യമായി 1990 എന്ന ബാച്ചിൻ്റെ പൊതുയോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജെയിംസ് മാസ്റ്ററാണ്. ജെയിംസ് മാഷ് ജോലിയുടെ തിരക്കിനിടയിൽ ഒരുപാട് തിരക്കുകളുള്ള ആളാണ്. ഈ തിരക്കിനിടയിലും പ്രത്യേകിച്ച് നമ്മുടെ ജോർജച്ചൻ നാട്ടിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് പോലെ എല്ലാ കാര്യങ്ങളിലും മുൻപിൽ നിന്ന് നമ്മളെ ഗൈഡ് ചെയ്യുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഊർജം തരികയും ചെയ്തു. മാത്രമല്ല പ്രോഗ്രാം കൺവീനറും കൂടിയായ അദ്ദേഹം ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ 1990 ബാച്ചിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടകനായ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഫോർവണ്ണ വികാരി ഫാദർ വിൻസെൻ്റ് ഈരത്തറ, അദ്ദേഹം നമ്മുടെ സ്കൂളിൻ്റെ മാനേജറും കൂടിയാണ്. അച്ഛനും 1990 ബാച്ചിൻ്റെ നന്ദി അറിയിക്കും. അടുത്തതായി നമ്മളുടെ സംഘടനയുടെ രക്ഷാധികാരികളിൽ ഒരാളായ ഫാദർ പ്രീജോ പോൾ അച്ഛനാണ്. പ്രോഗ്രാം കമ്മിറ്റി അംഗം കൂടിയായ അച്ഛൻ മിക്കവാറും ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗെറ്റ് ടുഗദറുമായി ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു എല്ലാ മീറ്റിങ്ങുകളിലും, ഒരു മീറ്റിങ്ങിനൊഴിച്ച് ബാക്കി എല്ലാ മീറ്റിങ്ങുകളിലും അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലും അതുമാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ ഓരോ മെമ്പേഴ്സിൻ്റെയും വീടുകളിൽ പല ചടങ്ങുകളും അതല്ലെങ്കിൽ പല അത്യാവശ്യങ്ങൾക്കും പോകാൻ നമ്മുടെ കൂടെ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന അച്ഛന് 90 ബാച്ചിൻ്റെ പേരിൽ ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തി. അടുത്തതായി ഈ യോഗത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥന കൈകാര്യം ചെയ്ത ഗാനകോകിലം ഷീന ടീച്ചർ, ആ പേര് ഇവിടെ വന്നപ്പോഴാണ് കേട്ടത്. എങ്ങനെയും ടീച്ചർ നമ്മുടെ ജോയിൻറ്റ് കൺവീനറും കൂടിയാണ്. എല്ലാ മീറ്റിങ്ങുകളിലും വളരെ ആക്റ്റീവായിട്ട് വരുന്നൊരു ടീച്ചറാണ്. കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനും ചർച്ച ചെയ്യാനൊക്കെ ആക്റ്റീവായിട്ടുള്ളൊരു ടീച്ചറാണ്. ടീച്ചർക്കും 90 ബാച്ചിൻ്റെ നന്ദി. അടുത്തതായി ഇന്നത്തെ ഈ പൊതുയോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ബാച്ച് അംഗങ്ങളെയും വളരെ ഭംഗിയായിട്ട് സ്റ്റേജിലേക്കും മറ്റു ഹാർദവുമായി സ്വാഗതം ചെയ്ത ലിജി TS ആണ്. വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ബാച്ചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായി പങ്കാളിത്തം നടത്തിയിരുന്നത് ടീച്ചർക്കും 90 ബാച്ചിൻ്റെ നന്ദി. അടുത്തതായി ആശംസകൾ നൽകിയ നമ്മുടെ സ്കൂളിലെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ ഡേവിസ് പേങ്ങിപ്പറമ്പ മാസ്റ്ററാണ്. അദ്ദേഹം ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് വിളക്കിൻ്റെ കഥകളൊക്കെ ആയിട്ട് പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്രചോദനം, ഒരുപക്ഷെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഒരല്പം ഒരു ഐഡിയ മാഷ് അവിടെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. മാഷിനും 90 ബാച്ചിൻ്റെ നന്ദി. അടുത്തതായി ആശംസകൾ നൽകിയത് നമ്മുടെ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് ജോണി പാറയ്ക്കൽ അവരാണ്. അദ്ദേഹത്തിനും കുറ്റിക്കാട് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു ട്യൂഷൻ എന്ന സംവിധാനത്തിൽ ട്യൂഷൻ മാസ്റ്ററായിട്ട് ഞാൻ ജോണി മാഷ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. ജോണി മാഷിനും 90 ബാച്ചിൻ്റെ നന്ദി. അടുത്തതായി നമ്മൾക്ക് ആശംസകൾ നൽകിയത് KD ദേവസി മാഷാണ്. മാഷും ഈ അധ്യാപകനും
വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടി ഈ പ്രഭാഷണത്തിൽ നടത്തി. അത് വളരെ അഭിമാനപൂർവ്വം ഞാൻ തന്നെ കാണുന്നു. ദേവസി മാഷക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ആശംസകൾ നൽകിയത് VM മറിയാമ്മ ടീച്ചറാണ്. എൻ്റെ കണക്ക് ടീച്ചറാണ്. ടീച്ചർ കാര്യം എൻ്റെ ഭാഷയെക്കുറിച്ച് മാത്രം ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ. അടിയുടെ എണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം 6-7 അടിയാണ് സാധാരണയൊക്കെ വരാറുള്ളത് ഓരോ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ. എങ്കിലും മാത്രമല്ല, നമ്മുടെ ഷോർട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് 4-5 ദിവസം നമ്മൾ ഷോർട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് വർക്കുകൾ ചെയ്തിരുന്നു. അത്തരം സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ടീച്ചേഴ്സിൻ്റെയും നമ്പറുകൾ കണക്ട് ചെയ്യാനും കോൺടാക്ട് ചെയ്യാനും ജിജി ടീച്ചറെ സഹായിച്ചിരുന്നത് മറിയാം ടീച്ചറാണ്. ആ മറിയാം ടീച്ചർക്ക് 90 ബാച്ചിൻ്റെ വളരെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ച OSA പ്രസിഡന്റ് ആൻ്റണി പള്ളിയിലാണ്. അദ്ദേഹം നമ്മുടെ ബാച്ചിൻ്റെ ഒരു കുടുംബാംഗം തന്നെയാണ്. ആരും കാര്യമായിട്ട് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഫാദർ ടോം രാജേഷ് പള്ളിയിലച്ഛൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹത്തിനും ബാച്ചിൻ്റെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള നമ്മളാക്കിയ നമ്മൾ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഒരുപാട് ശിക്ഷണങ്ങളും തന്ന് നമ്മളെ വിദ്യ പകർന്നു തന്ന അധ്യാപകന്മാരാണ്. ഇപ്പോൾ 30 വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒത്തുകൂടുമ്പോൾ പലരും അവരുടെ പ്രായാധിക്യം പോലും മറന്ന് ഈ കൂട്ടായ്മയിലേക്ക്, ഈ ആഘോഷത്തിൻ്റെ മാറ്റ് കൂട്ടാനായിട്ട് എത്തിച്ചേർന്ന എല്ലാ ടീച്ചേഴ്സിനും 90 ബാച്ച് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അടുത്തതായി മഴവിൽക്കൂട് 2020 ആഘോഷത്തിൻ്റെ മറ്റൊരു പ്രധാന ഘടകമാണ് നമ്മൾ അവതരിപ്പിച്ച ഇപ്പോൾ നമ്മൾ കണ്ട ഷോർട്ട് ഫിലിം. നമ്മളുടെ ബാച്ചിൻ്റെ അഭിമാനമായ ഹോളിവുഡ് ഡോക്യുമെൻ്ററി സംവിധായകൻ ഒരുപാട് അന്തർദേശീയ അവാർഡുകളും അംഗീകാരങ്ങളും കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഷൈസൻ P. ഔസേപ്പ് ഈ ഷോർട്ട് ഫിലിമുമായി ബന്ധപ്പെട്ട് 2-3 തവണ മുംബൈയിൽ നിന്നും നാട്ടിലേക്ക് 4-5 ദിവസങ്ങളോളം തിരക്കിനിടയിൽ നിന്നും ഒരുപാട് ടീച്ചേഴ്സ്, നമ്മൾ എല്ലാ ടീച്ചേഴ്സിൻ്റെ വീടുകളിലേക്ക് പോവുകയും അതും വളരെ വിനയത്തോടെ ആ ഏൽപ്പിച്ച ജോലി വളരെ കൃത്യനിഷ്ഠമായിട്ട് 8 മണിക്ക് തുടങ്ങണം എന്ന് പറഞ്ഞാൽ 8 മണിക്ക് എത്തിയിരിക്കണം. ആദ്യം എത്തുന്നത് ഷൈസനായിരിക്കും. അങ്ങനെ ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ്. ഷൈസനെ കുറിച്ച് പറയാനായിട്ട് ഈ പറഞ്ഞ മാതിരി ആരും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. ഡോക്ടർ ഷൈസൻ P. ഔസേപ്പിന് ബാച്ചിൻ്റെയും എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുടെ എഫർട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ദേവദാസ് കടക്കവട്ടം എന്നൊരു ആളാണ്. അസിസ്റ്റൻ്റ് സ്ക്രിപ്റ്റ് ലിജി TS, ക്യാമറ ജോസ് PV, എഡിറ്റിംഗ് ശങ്കർ റിഗാർ, മ്യൂസിക് ജോൺ ജോസഫ് എന്നിവർക്കും ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച KJ തോമസ്, എയ്ബൽ ജെയിംസ് എന്നിവർക്കും മറ്റു കഥാപാത്രങ്ങൾ ചെയ്ത ലിജി TS, നവീൻ PP, ദേവദത്ത്, കാശിനാഥ് എന്നിവർക്കും ഇതിനുവേണ്ടി വീട് ഒരുക്കി തന്ന വിനി വിജയ് ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു. 1990 ബാച്ചിലെ അംഗങ്ങളും നമ്മളുടെ ടീച്ചേഴ്സുമായി സഹകരിച്ച് നടത്തിയ ഷോർട്ട് ഫിലിമിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടി സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന നമ്മളുടെ പ്രിയ ടീച്ചേഴ്സിനും ഇതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചതിന് പിന്നാലെ നടന്ന എല്ലാ മെമ്പേഴ്സിനും, എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും 1000 നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മളുടെ എല്ലാ ടീച്ചേഴ്സിനും ക്ഷണക്കത്ത് അയച്ച് അവരെ ഫോണിലൂടെയും നേരിട്ടും മരിച്ച അധ്യാപകരുടെ വീട്ടിൽ പോയി ക്ഷണിക്കുകയും ചെയ്ത, അതോടൊപ്പം ഗെറ്റ് ടുഗദർ ആയി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ യോഗങ്ങളും വേദി ഒരുക്കി തന്ന റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ജെയ്സൺ MT മാസ്റ്റർക്കും നന്ദി അറിയിക്കുന്നു. അടുത്തതായി വളരെ നല്ല രീതിയിൽ
നമ്മൾ കഴിച്ചിട്ടില്ല. സ്വാദിഷ്ടമായ ഭക്ഷണവും മറ്റും അറേഞ്ച്മെൻറ്റ്സും ആത്മാർത്ഥമായിട്ട് സംഘടിപ്പിച്ച റീഫ്രഷ്മെൻറ്റ് കമ്മിറ്റി കൺവീനർ ജൈൻ ഇടിക്കും ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി വളരെ മനോഹരമായി സ്റ്റേജും ഓഡിറ്റോറിയവും അലങ്കരിച്ച് ഒരുക്കി തന്നു. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച സ്റ്റേജ് കൺവീനർ സിജോ സിയോക്കി ബാച്ചിൻ്റെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഗെറ്റ് ടുഗദർ ആയി ബന്ധപ്പെട്ട് ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ തുടങ്ങി ഇതുവരെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും വളരെയധികം സത്യസന്ധതയോടും കൃത്യതയോടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ട്രഷറർ ബാബു ജോസഫിനെയും സഹായി സിഒ വർഗീസിനെയും നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇന്നിവിടെ ഈ പ്രോഗ്രാം വളരെയധികം ആസ്വാദനപൂർവ്വം നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഗായകനും നാടക നടനും അവതാരകനും ആയ നമ്മളുടെ ജംസൺ കുര്യാക്കോസ്, അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മളുടെ 90 ബാച്ചിൻ്റെ അഡ്മിനും പ്രസിഡൻറ്റുമായ റവറൻ ഫാദർ ജോർജ് മാളിയേക്കൽ അച്ഛനാണ്. ജോർജ് അച്ഛൻ ഇപ്പോൾ USA-ലാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത ഒരുപാട് തിരക്കുകൾ ഉള്ള ഒരാളാണ്. അത് നേരത്തെ പറഞ്ഞ ആൾ. അത്തരം ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. എങ്കിലും ഈ ഗെറ്റ് ടുഗദറിൻ്റെ അവസാന നിമിഷം വരെ അവസാന സംഘടനാ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും എല്ലാ മെമ്പേഴ്സിനെയും ഒരുപോലെ കൊണ്ടുപോകാനും വളരെയധികം ആത്മാർത്ഥ്യം കാണിച്ച ജോർജ് അച്ഛന് ബാച്ചിൻ്റെ ഹൃദയംഗമമായി നന്ദി അറിയിക്കുന്നു. ഈ ഭംഗി നന്നായി ചെയ്ത ജോയ്സിനൊരു കൈയടി കൊടുക്കണം. താങ്ക് യു. കുഞ്ചവയൽ പാടം ചുറ്റി കന്നിവയിലോളം തല്ലി ഇന്നത്തെ പൂരം കാണാൻ നീയും വാ കുഞ്ഞിപ്പെണ്ണേ. കുഞ്ചവയൽ പാടം ചുറ്റി കന്നിവയിലോളം തല്ലി ഇന്നത്തെ പൂരം കാണാൻ നീയും വാ കുഞ്ഞിപ്പെണ്ണേ. എല്ലാരും കൂടും മുമ്പേ വല്ലോരും കാണും മുമ്പേ നാടിറങ്ങി പൂരം കാണാൻ ഞങ്ങളും പോകുന്നുണ്ടേ. എല്ലാരും കൂടും മുമ്പേ വല്ലോരും കാണും മുമ്പേ നാടിറങ്ങി പൂരം കാണാൻ ഞങ്ങളും പോകുന്നുണ്ടേ. കൂടെ നടന്നു പഠിച്ചൊരു കാലം പാറിപ്പറന്നു കളിച്ചൊരു കാലം നാട്ടുമക്കത്തിരുന്നു രസിക്കാൻ ഞങ്ങളും കൂടുന്നുണ്ടേ. കൂടെ നടന്നു പഠിച്ചൊരു കാലം പാറിപ്പറന്നു കളിച്ചൊരു കാലം നാട്ടുമക്കത്തിരുന്നു രസിക്കാൻ ഞങ്ങളും കൂടുന്നുണ്ടേ. പാടത്തിൻ കോടിയുടുത്ത് പാടത്തിൻ ചേലയണിഞ്ഞ് നാളത്തെ മേളം കാണാൻ ചേരുമോ കന്നിപ്പെണ്ണേ. പാടത്തിൻ കോടിയുടുത്ത് പാടത്തിൻ ചേലയണിഞ്ഞ് നാളത്തെ മേളം കാണാൻ ചേരുമോ കന്നിപ്പെണ്ണേ. പണ്ടത്തെ പാട്ടും പാടി കുഞ്ഞിമാലത്തുമ്പത്തു കേറി നാടിറങ്ങി മേളം കൂടാൻ ഞങ്ങളും ചേരുന്നുണ്ടേ. പണ്ടത്തെ പാട്ടും പാടി കുഞ്ഞിമാലത്തുമ്പത്തു കയറി താടിറങ്ങി മേളം പോകാൻ ഞങ്ങളും
ഫുള്ളി ഇൻവോൾവായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞത് ഞാനിവിടുന്ന് പഠിച്ചു പോയതിന് ശേഷം എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ഞാനിവിടെ 10D എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്, സംസ്കൃത ക്ലാസ് എന്ന് പറയും. ഞങ്ങളുടെ ക്ലാസ്സിന് പ്രത്യേകതയുള്ളത്. അയ്യോ ഞാൻ തെറ്റിപ്പോയോ?